നമുക്ക് +2 ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് സ്റ്റാറ്റിക് ചാർജസ് ഓർ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. മൂവ് ചെയ്യാത്ത റെസ്റ്റിലുള്ള സ്റ്റാറ്റിക് ചാർജസിൻ്റെ പഠനമാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതാണ് നമ്മൾ ഈ +2ലെ ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള സബ്ജക്റ്റാണ്. ഇനി എങ്ങനെയാണ് സ്റ്റാറ്റിക് ചാർജസ് ഉണ്ടാവുന്നത്? ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ റബ്ബിംഗ് ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ്. ഒരു വസ്തു മറ്റൊരു വസ്തുവായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ തമ്മിൽ ഉരസുമ്പോഴാണ് ഈ സ്റ്റാറ്റിക് ചാർജസ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ നമ്മുടെ തന്നെ ഹെയറിൽ ഉരസിയിട്ട് ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ചെറിയ പേപ്പർ പീസസിനെ അത് അട്രാക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ പ്ലാസ്റ്റിക് വെൻ റബ്ബ്ഡ് ഓൺ ഹെയർ ഇറ്റ് ഈസ് ഏബിൾ ടു അട്രാക്ട് സ്മോൾ പീസസ് ഓഫ് പേപ്പർ. അവിടെ ആ പ്ലാസ്റ്റിക് സ്കെയിൽ ഈസ് അക്വയറിങ് ചാർജ് ആസ് എ റിസൾട്ട് ഓഫ് റബ്ബിങ് വിത്ത് ഹെയർ അല്ലേ. നമ്മൾ ആ പ്ലാസ്റ്റിക് സ്കെയിലിൽ ഈ റബ്ബിങ് വഴി ചാർജുകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പേപ്പർ പീസിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഗ്ലാസ് റോഡ്, അതിനെ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചാർജ് ഉണ്ടാവുന്നു. ആ ചാർജിനെ ഇറ്റ് ഈസ് ആർബിട്രറിലി ടേക്കൺ ആസ് പോസിറ്റീവ്. അതിന് നമ്മൾ പോസിറ്റീവ് ചാർജ് എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് ആർബിട്രറി ആയിട്ട് അതിനെ ആ ഗ്ലാസ് റോഡിൽ ഉണ്ടാവുന്ന ചാർജ്, ഗ്ലാസ് റോഡ് റബ്ബ്ഡ് വിത്ത് സിൽക്ക്, ഗ്ലാസ് റോഡിൽ ഉണ്ടാകുന്ന ചാർജിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നു. ഇനി പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എബണൈറ്റ് വെൻ റബ്ബ്ഡ് വിത്ത് ഫർ പറഞ്ഞാൽ രോമം, ഹെയർ ഓർ ഫർ. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ എബണൈറ്റിനെ നമ്മൾ ഫറിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്ലാസ്റ്റിക്കിൽ ഉണ്ടാവുന്ന ചാർജ് നെഗറ്റീവ് ചാർജായിട്ട് നമ്മൾ എടുക്കുന്നു. ഇറ്റ് ഈസ് ടേക്കൺ ആർബിട്രറിലി ആസ് നെഗറ്റീവ്. അപ്പോൾ ആ 2 എക്സാമ്പിൾസ് നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ഗ്ലാസ് റോഡ് റബ്ബ്ഡ് വിത്ത് സിൽക്ക് അക്വയേഴ്സ് പോസിറ്റീവ് ചാർജ്. പ്ലാസ്റ്റിക് ഓർ എബണൈറ്റ് റബ്ബ്ഡ് വിത്ത് ഫർ അക്വയേഴ്സ് നെഗറ്റീവ് ചാർജ്. ഇനി എങ്ങനെയാണ് ഈ ചാർജ് ഉണ്ടാവുന്നത്? റബ്ബിംഗ് ഡസ് ഇറ്റ് ക്രിയേറ്റ് ചാർജ്? റബ്ബിംഗ് വഴി ചാർജ് ക്രിയേറ്റഡ് ആവുകയാണോ? അപ്പോൾ അതിൻ്റെ ആൻസർ, വെൻ വൺ സബ്സ്റ്റൻസ് ഈസ് റബ്ബ്ഡ് ഓവർ അനദർ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു ദി അതർ. ഇലക്ട്രോൺസ് ഒരു ബോഡിയിൽ നിന്ന് മറ്റേ ബോഡിയിലേക്ക് ട്രാൻസ്ഫേർഡ് ആവുന്നു. അപ്പോൾ ഇലക്ട്രോൺ എവിടെയാണോ എക്സസ് ആയിട്ട് വരുന്നത് അതിന് ഏത് ചാർജ് കിട്ടും? നെഗറ്റീവ് ചാർജ് കിട്ടും. ഇലക്ട്രോൺ പോയ സ്ഥലത്ത് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഉള്ളവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പോൾ rubbing does not create charge. As a result of rubbing, electrons are transferred from one body to another. ഇനി ഈ റബ്ബിംഗ് വഴി ഉണ്ടാവുന്ന സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ചാർജിനെ നമുക്ക് എന്തുകൂടെ പറയാം? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി ഓർ ദോസ് ചാർജസ് ക്യാൻ ബി കോൾഡ് ആസ് ഫ്രിക്ഷണൽ ചാർജസ്. ഓക്കെ, now we shall study the different properties of charges. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. കൺസർവേഷൻ ഓഫ് ചാർജ് അനുസരിച്ച് ചാർജസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ചാർജസ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. അതായത് ടോട്ടൽ ചാർജ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം വിൽ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു സിസ്റ്റം, ഗ്ലാസ് റോഡിനെ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യുന്നു. അപ്പോൾ ഗ്ലാസ്സിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടായി. ഇപ്പോൾ +5e എന്നുള്ള ചാർജ് ഉണ്ടായെങ്കിൽ സിൽക്കിൽ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. -5e എന്നുള്ള ചാർജ് സിൽക്കിലുണ്ടാവും. അപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ +5ഉം -5ഉം കൂടി നോക്കിയാൽ ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു 0. സോ ദ process of rubbing that does not create any charge. Charges are merely transferred from one body to another. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി കോണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. എന്താണ് കോണ്ടൈസേഷൻ? കോണ്ടൈസേഷനിൽ പറയുന്നത് ഓൾ ചാർജസ് ഇൻ നേച്ചർ ആർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് കോൾഡ് ദ ഇലക്ട്രോണിക് ചാർജ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ, അതാണ് നമ്മൾ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് ബാക്കിയുള്ള എല്ലാ ചാർജസും. അതായത് ഒരു ബോഡിയിലെ ചാർജ് ഇപ്പോൾ 20e, 5e,
30e അങ്ങനെയായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അതല്ലാതെ ഫ്രാക്ഷണൽ ചാർജസ് പോസിബിൾ അല്ല. E/3, E/7 അങ്ങനെയുള്ള ഫ്രാക്ഷണൽ ചാർജസ് നമ്മൾ കാണുന്നില്ല. ഓൾ ദി ചാർജസ് ഇൻ നേച്ചർ ആർ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് കോൾഡ് ദ ഇലക്ട്രോണിക് ചാർജ്. അതാണ് ക്വാണ്ടൈസേഷൻ. നമുക്കതിൻ്റെ ഇക്വേഷൻ എഴുതാം. According to quantization, charge Q on a body equal to NE, where N is an integer, positive or negative. ഇപ്പോൾ N എന്ന് പറയുന്നത് +or-1, +or-2, +or-3, etc. ഇങ്ങനെ എഴുതാം ഇക്വേഷൻ. Q equal to NE എന്ന് എഴുതാം, അല്ലെങ്കിൽ Q equal to +or-NE, where N is an integer, 1, 2, 3, etc. ഇതിലെ E എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. 1.6 into 10⁻⁻19 കൂളം. യൂണിറ്റ് ഓഫ് ചാർജ് കൂളമാണ്. സോ E is the charge of an electron. 1.6 into 10⁻⁻19 കൂളം. അതാണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ചാർജ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ചാർജിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് പ്രകൃതിയിൽ കാണുന്ന മറ്റെല്ലാ ചാർജസും. So according to quantization, all charges in nature are integral multiples of a basic unit of charge called the electronic charge. ഇലക്ട്രോണിക് ചാർജിൻ്റെ വാല്യൂ പഠിച്ചു വയ്ക്കുക. 1.6 into 10⁻⁻19 കൂളം. കൂളം എന്നുള്ളത് ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ ദ സയൻറ്റിസ്റ്റ് ഹൂ ഫൗണ്ട് ഔട്ട് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. അതാണ് നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാനുള്ളത്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് Q equal to NE എന്ന് പഠിക്കാം, അല്ലെങ്കിൽ Q equal to +or-NE. അവിടെ N ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ നമ്മൾ ബോഡീസിൽ ചാർജസ് കാണുന്നത് 10e, 20e, 15e അങ്ങനെ കാണുള്ളൂ. അതല്ലാതെ ഫ്രാക്ഷണൽ ചാർജസ് E/7, E/5 അങ്ങനെ കാണുന്നില്ല. ഓക്കെ, ഇനി ചാർജസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. ഓൾ ദി ചാർജസ് പ്രസൻറ്റ് ഓൺ ദ ബോഡി. ഇപ്പോൾ ഒരു ബോഡിയിൽ ടോട്ടൽ ചാർജ് ഓൺ ദിസ് ബോഡി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതിൽ ഒരു സ്ഥലത്ത് 5e ഉണ്ട്, നമ്മളൊരു 7e ഇതിലേക്ക് ആഡ് ചെയ്തു, +7e. ഇനി വേറൊരു ഭാഗത്തുനിന്ന് ഇറ്റ് ഈസ് ഗെറ്റിംഗ് -3e. സോ വാട്ട് ഈസ് ദ ടോട്ടൽ ചാർജ് ഓൺ ദിസ് ബോഡി എന്ന് ചോദിച്ചാൽ 5e + 7e - 3e. അതായത് 5 + 7 12 - 3 9e ആണ് ടോട്ടൽ ചാർജ് ഓൺ ദ ബോഡി. So total charge on the body is the algebraic sum of all the charges on the body. അപ്പോൾ ഇവിടെ നമ്മൾ ആൾജിബ്രൈക് സമ്മാണ് എടുക്കുന്നത്, അതല്ലാതെ വെക്റ്റർ സമ്മിൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ഡയറക്ഷൻ ഇല്ല. ചാർജ് എന്ന് പറയുന്നത് ചാർജ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. ഇനി ചാർജസിൻ്റെ ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? ലൈക്ക് ചാർജസ് ഓർ സിമിലർ ചാർജസ്, ഒരേപോലത്തെ ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യുന്നു. സോ രണ്ട് പോസിറ്റീവ് ചാർജസ് അടുത്തടുത്ത് വരികയാണെങ്കിൽ ഇവ തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും. ലൈക്ക് ചാർജസ് റിപ്പൽ വൺ അനദർ. രണ്ട് നെഗറ്റീവ് അടുത്തടുത്ത് വന്നാൽ അവ തമ്മിൽ റിപ്പൽഷനാണ്. അതേസമയം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ആണ് വരുന്നതെങ്കിൽ ദേ വിൽ അട്രാക്റ്റ് വൺ അനദർ, അല്ലേ? അൺലൈക്ക് ചാർജസ്, അൺലൈക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജസ് വിൽ അട്രാക്റ്റ്. Unlike attract each other, whereas like charges or similar charges repel one another. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജ്, അതായത് ചാർജസിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ചാർജസ് ആർ ഓൺലി ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ബോഡി ടു അനദർ. സെക്കൻഡ് വൺ ഈസ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷനിൽ പറയുന്നത് എല്ലാ ചാർജസും ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ചാർജ് കോൾഡ് ഇലക്ട്രോണിക് ചാർജ്. പിന്നെ ചാർജസ് എങ്ങനെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് വൺ അനദർ.